ദീനീ പ്രബോധനങ്ങൾ നടക്കുമ്പോൾ അഹ്ലുൽ ഈമാനിനോട് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, മുഅ്മിനീങ്ങളോട് മാത്രം പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഅ്മിനീങ്ങൾ മാത്രം അറിയേണ്ടതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ദഹിക്കൂ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അത് ലൈവ് വെച്ചിട്ട് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവർ വിമർശിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല, അത് മറ്റൊരു വിഷയം. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ പ്രബോധകന്മാര്, പ്രഭാഷകന്മാര്, പ്രചാരകന്മാര് കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്താണ് നിലപാടെന്ന് ചോദിച്ചാൽ, നമുക്ക് മുഅ്മിനീങ്ങളോട് പറയേണ്ട ചില വിഷയങ്ങൾ പുറം ലോകത്ത് ആളുകളുടെ മുമ്പിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം. മടവൂരിലെ മഹാനായ CM, അദ്ദേഹത്തിന്റെ കറാമത്ത് എവിടെ പറഞ്ഞാലും ആളുകൾ പറയുന്നത് മായാവി കഥകളെന്നാണ്. മായാവി കഥകളെന്നാണ്. നമുക്ക് ഖുർആനിലുള്ള എത്രയോ കറാമത്തുകളുണ്ട്, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടക്കമുള്ളത്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇവിടെ കമന്റുകൾ വന്നു തുടങ്ങും. എന്താണ് ഇല്ലാത്ത കഥകൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയി കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു, ശുഐബുൽ ഹൈതമി പിന്താങ്ങി, മൗലാന നജീബ് മുമ്പാട് ഉസ്താദ് വളരെ കൃത്യമായി ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി എടുത്തുദ്ധരിച്ച് പറഞ്ഞു കൊടുത്തു ഗർഭ കാലഘട്ടത്തിന്റെ പീരീഡിനെ സംബന്ധിച്ച്. അത് മുസ്ലിമീങ്ങൾക്കെതിരെ വലിയ ഒരു വാളായി, വടിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ ഖൗമിന് തിരിയില്ല. ഇതെന്തിനാ നമ്മൾ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്താ പൊതുസമൂഹത്തോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് അറിയേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. മലയാളത്തിന്റെ സിനിമാ നടൻ സലീം കുമാർ സ്വർഗത്തിനെ പറ്റി വളരെ മോശമായ നിലയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി. കള്ളാറുണ്ട് സ്വർഗത്തിൽ എന്ന് പറഞ്ഞപ്പോ ഈ കപ്പിലോ കോപ്പയിലോ ഒക്കെ കിട്ടിയ കുടിക്കാൻ കൊള്ളാം, കാരണം മൂപ്പരൊക്കെ കുടിക്കുന്നത് അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുടിക്കാൻ കൊള്ളാം. ഇതൊരു 6 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വൃത്തികേടാന്നൊക്കെ ചോദിച്ചിട്ട് സലീം കുമാർ ഇത് സമ്മതിച്ചു എങ്കിൽ പിന്നെ സലീം സാഹിബ് എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സലീം കുമാർ ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാത്തത്? കൊണ്ടല്ലേ. ഗൈബിയായ വിശ്വാസം മോമിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. ഞാൻ ചോദിക്കട്ടെ, മേൽപ്പാടിയിൽ ആരാണ് അള്ളാനെ കണ്ടിട്ട് വിശ്വസിച്ചത്? ആരെങ്കിലും ഉണ്ടോ? മലക്കുകളെ കണ്ടത് ആരെങ്കിലും ഉണ്ടോ? പ്രവാചകന്മാരെ കണ്ട ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉളംപാറ വിടും ഇപ്പോ ഈ രാത്രി. നിങ്ങൾ ആരെങ്കിലും ഖബർ കണ്ടോ? പള്ളിക്കാട്ടിൽ 6 അടി മണ്ണ് കണ്ടിട്ടുണ്ട്, കുഴിച്ച് മൺവെട്ടി കൊണ്ട് കോരിയ സ്ഥലം. അത് ഖബറല്ല. അവിടെ നോക്കിക്കൊണ്ടിരുന്ന സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന കാണാൻ പറ്റൂല, നരകത്തിന്റെ വാതിൽ തുറക്കുന്നത് കാണാൻ പറ്റൂല, മുങ്കർ നക്കീർ വരുന്നതും കാണാൻ പറ്റൂല. അതിന്റെ പേര് തന്നെ ബർസഖ് എന്നാണ്, മറ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നമുക്ക് കാണാൻ പറ്റാത്തതെന്നാണ്. സിറാത്ത് ആര് കണ്ടിട്ടാണ് വിശ്വസിച്ചത്? നരകം ആര് കണ്ടിട്ടാ വിശ്വസിച്ചത്? സ്വർഗം ആര് കണ്ടിട്ടാ വിശ്വസിച്ചത്? അല്ലമീനും അസ്സാദിഖുമായ വഹീന്റെ സന്ദേശവാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്ത പരിശുദ്ധമായ സന്ദേശങ്ങളെ ഈ ലോകത്തിന് സമ്മാനിച്ചു പോയ ആദരവായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കണ്ണുമടച്ച് അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഗൈബിയായ വിശ്വാസമുള്ളവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ. അവർ നമ്മളാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അതിനെ ഈ ലൈവും വെച്ചുകൊണ്ട് നിന്ന് എല്ലാ ലോകത്തെല്ലാവർക്കും അറിയിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വെറുതെ ഇസ്ലാമിനെ അധിക്ഷേപിക്കപ്പെടേണ്ട കാര്യം വല്ലതുകൊണ്ടോ? അതുകൊണ്ട് ലൈവ് വിടുന്ന പരിപാടികളൊക്കെയും മുഅ്മിനീങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന പരിപാടികൾ ലൈവ് ഉപേക്ഷിക്കലാണ് നല്ലത്. ഗൾഫിക്കുന്ന 3 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് വെച്ചു കൊടുക്കും. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇരിപ്പുണ്ട്, വേറെ ഒരു ജോലിയില്ല, കൂലിയില്ല. എന്നിട്ട് ഇസ്ലാമിനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ലൈവല്ല, 1000 ലൈവിൽ നമുക്ക് പറയാം, ഏത് ചാനലിലും പറയാം, പ്രശ്നമല്ല. ഏതൊരു ചാനലിലും നമുക്ക് നിൽക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം ജനങ്ങളോട് പറയുന്ന, സംവദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അത് ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം. 1/2 മണിക്കൂർ സമയമുണ്ട്. എടുക്കാമല്ലോ. തങ്ങൾ 12 മണിക്കല്ലേ വരുള്ളൂ? ഇൻഷാ അല്ലാഹ് 12 മണിക്ക് എത്തിക്കോളാൻ പറയും. 12 മണിക്ക് അബ്ദുള്ള സാഹിബ് 12 മണിക്ക് എത്താൻ പറഞ്ഞു തങ്ങൾ. 1/2 മണിക്കൂറുണ്ട്, 15 മിനിറ്റ്. ശ്രദ്ധിച്ചോ. അപ്പൊ 2 മണിക്കൂറാവും ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നമുക്ക് ഇനാബത്തുണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ പ്രസംഗത്തിന്റെ സന്ദേശമായി, മെസ്സേജായി നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു മുതൽക്കൂട്ടാകാൻ ഈ പറയുന്ന ആയത്ത് എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിൽ കോറിയിടുക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വല്ലദീന ജതനബു തൗഹൂത യഅബുദൂഹാ വഅനാബൂ ഇലല്ലാഹ് ലഹുമുൽ ബുശ്റാ فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم المفلحون وأولئك هم أولو الألباب. സൂറത്ത് സുമറിലൂടെ പടച്ചതമ്പുരാ പരിചയപ്പെടുത്തുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എങ്ങനെയാണ് ഇനാബത്തുണ്ടാകേണ്ടതെന്നറിയോ? സമ്പൂർണ്ണ സമർപ്പിതത്വം എങ്ങനെയാ നമുക്കുണ്ടാകുന്നതെന്നറിയോ? അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാകാൻ നാം എന്താ ചെയ്യേണ്ടതെന്നറിയോ? അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനാ. പരിശുദ്ധമായ ഖുർആനിനെ സാഗൂതം നമ്മൾ കേൾക്കലാണ്. അള്ളാന്റെ ഖുർആനിനെ നമ്മൾ സാഗൂതം ഒന്ന് കേൾക്കലാണ്. യസ്മഊനൽ ഖൗല എന്നല്ല ഖുർആൻ പറഞ്ഞത്, അത് ഖുർആൻ കേൾക്കലാണ്. പോരാ, പ്രസംഗമാണ് കേൾക്കേണ്ടത്, പാട്ടാണ് കേൾക്കേണ്ടത്. പക്ഷെ ഖുർആനിനെ കേൾക്കുകയല്ല വേണ്ടത്, ഖുർആനിനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. യസ്തമിഊനൽ ഖൗൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യസ്തമിഊനൽ ഖൗല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സാധാ കേൾക്കും പോലെ കേട്ടാ പോരാ, അത് രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാ മതി. സമാ വേറെ, ഇസ്തിമാ വേറെ. അള്ളാന്റെ ഖുർആൻ പറയുന്നു അല്ലദീന യസ്തമിഊനൽ ഖൗല, അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ സാഗൂതം കേൾക്കലാണ്, ശ്രദ്ധയോടെ ഖുർആൻ കേൾക്കലാണ്. ഫയത്തബിഊന അഹ്സനാ. ഒരു വിഷയത്തിൽ ഖുർആനിന്റെ നിലപാട് വരുമ്പോ അതിൽ ഏറ്റവും മെച്ചമായതിനെ നിങ്ങൾ പിൻപറ്റലാണ്, ഏറ്റവും മെച്ചമായതിനെ പിൻപറ്റലാണ്. സഹോദരങ്ങളെ, ഇബാദത്തിന്, നമസ്കാരത്തിന് മുമ്പ് രണ്ട് സംഗതികളാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നിബന്ധനയായത്. അതിൽ ഒന്ന് വുളൂആണ്, മറ്റൊന്ന് തയമ്മുമാണ്. ഇത് രണ്ടും കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ തടസ്സമില്ല. ഇത് രണ്ടുമില്ലാതെ നമസ്കാരം ഹറാമാണ്, സുജൂദ് ഹറാമാണ്. നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു വെച്ചത്. ഒന്നുകിൽ നീ ഒളുവെടുത്തിട്ട് വെള്ളം കൊണ്ട് ഒളുവെടുത്തിട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്തിട്ട് നമസ്കരിക്കുക. ഇതിലേതാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്നറിയോ? ഫയത്തബിഊന അഹ്സനാ. ഇത് രണ്ടിലേറ്റവും മെച്ചമായതിനെ നീ പിൻപറ്റണമെന്നാണ്. തയമ്മം ചെയ്യേണ്ടത് എപ്പോഴാണ്? വെള്ളത്തിന്റെ അഭാവത്തിലാണ്. വെള്ളം കണ്ടാ തയമ്മം ബാത്തിലാകുമെന്നറിയല്ലോ. അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിൽ വെള്ളത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഏതൊരു വിഷയത്തിലും നിങ്ങൾ ഖുർആനിനെ ഫോളോ ചെയ്യുക. ഏത് വിഷയത്തിലാ എന്റെ പ്രിയപ്പെട്ട മേൽപ്പാടിക്കാരാ ഖുർആനിന് മാതൃകയില്ലാത്തത്? എന്റെ സഹോദരങ്ങളെ, വിവാഹപ്രായമെത്തിയ ആളുകളെ നിങ്ങളുടെ ഇടയിൽ കാണുമല്ലോ. പെൺമക്കൾക്ക് നിക്കാഹ് നടക്കുന്നില്ല, ദ്വാരക്കണമെന്ന് പറഞ്ഞ എത്ര പേരാ? ആൺമക്കൾക്ക് കല്യാണം നടക്കുന്നില്ലെന്ന് പറഞ്ഞ എത്ര പേരാ? അവിടെ വിവാഹം നടക്കാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ടറിയോ? സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഓതിയ ആയത്താണ്. ഈ ആയത്ത് ഓതി തീരുമ്പോഴാണ് തനിക്ക് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും നല്ല മാതൃകയായ, ഏറ്റവും നല്ല മഹത്വമുള്ള ഒരു പെൺകുട്ടി അല്ലാഹു തആല വധുവായി കൊടുത്തത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മദീനയിലെ ജലാശയത്തിന്റെ ചാരത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലിയ പ്രാർത്ഥന ഇതാണ്: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഏത് ഖൈർ നീ ഇറക്കിയാൽ, ഏത് നന്മ നീ തന്നാൽ ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ് അല്ലാഹ്. വിവാഹപ്രായമെത്തിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാര്, അവരുടെ കല്യാണം ശരിയായിട്ടില്ലെങ്കിൽ ചൊല്ലിക്കോ,
ഇത് ചൊല്ലുമ്പോഴാണ് ശുഐബ് നബിയുടെ മകളെ മൂസാ നബി കല്യാണം കഴിക്കുന്നത്. ആ ദുആ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ദുആ ചൊല്ലിയാൽ സഹോദരങ്ങളെ മുജറബായ ദുആയാണ്, ഒരുപാട് അനുഭവങ്ങളുള്ള ദുആയാണ്. അത് കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു. നിനക്ക് അല്ലാഹു സന്താനങ്ങളെ തരുന്നില്ലെന്ന് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നിനക്കും വിശുദ്ധ ഖുർആനിനകത്ത് ആയത്തുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ. ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ അവർക്ക് ദഹിക്കണമെന്നില്ല. ഇത് അഹ്ലുൽ ഈമാനിനോട് പറയുന്നതാണ്. ലൈവ് വെച്ചത് ഞാനല്ല, നിങ്ങളാണ്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, നിനക്ക് സന്താനങ്ങളില്ലേ, നീ ചെയ്യേണ്ടത് എന്താണ്? ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്ത ഒരു പ്രവാചകർ ശരീരത്തിന്റെ എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയിട്ട്, തലമുടിയെല്ലാം മരച്ചു പോയിട്ട്, എല്ലുകളെല്ലാം ക്ഷയിച്ചിട്ട് തലമുടി നരച്ചു പോയൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണായിരുന്നു ആ പ്രവാചകന്റെ ഭാര്യ. ആരാണ് ആ പ്രവാചകൻ എന്നറിയോ? നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാര്, ജൂതപിശാചുക്കളെ കയ്യിൽ വെച്ച് സമ്മാനമാടുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സയുടെ പരിചാരകനായ ഇമാമായിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലുകൾ ക്ഷയിച്ച പ്രവാചകനാണ്. തലമുടി മരച്ചുപോയ പ്രവാചകനാണ്. ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബിലാ തദർനീ ഫർദാ വഅന്ത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, പടച്ചവനെ, നീ എന്നെ അനന്തരാവകാശികളില്ലാത്ത ഒറ്റയ്ക്കായ ഒരുത്തനാക്കി കളയല്ല റബ്ബേ. ആ ദുആ അല്ലാഹു കേട്ടോ. അല്ലാഹു മഹാനായ സക്കരിയ നബിക്ക് ഒരു മോനെ കൊടുത്തു. ഏത് മോനാണ്? ഇന്നാനു ബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. ഖുർആൻ ഇല്ലാത്ത എന്താ സഹോദരങ്ങളെ? പഠിക്കാത്തതിന്റെ കുറവല്ലേ? നമ്മുടെ സുബ്രഹ്മണ്യ റോഡല്ലേ അല്ലേ? ആ മെയിൻ റോഡിൽ ഒരു വലിയ ടാങ്കർ ലോറി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. ഏതാ ടാങ്കർ എന്നറിയോ? പുത്തൂരിലേക്ക് 2 പമ്പിലേക്ക് ആവശ്യമായ ഡീസലുമായിട്ട് പോകുന്ന ഒരു വലിയ ലോറി. ആളുകൾ കൂടി. എന്താണ് ഇവിടെ ഈ ലോറി നടു റോഡിൽ കിടക്കുന്നത്? ഡ്രൈവർ പറഞ്ഞു, വണ്ടിയിൽ എണ്ണ തീർന്നു പോയി. വണ്ടിയിൽ എണ്ണ തീർന്നു പോയത് കൊണ്ട് നടു റോഡിൽ കിടക്കുക. എന്താ മുകളില്? അത് പുത്തൂരിലെ 2 പമ്പുകൾക്ക് ആവശ്യമായ എണ്ണ കൊണ്ടുപോവാൻ. പുത്തൂർ 2 പെട്രോൾ പമ്പിൽ ആവശ്യമായ എണ്ണയും കൊണ്ടുപോകുന്ന വലിയ ഒരു ടാങ്കർ ഈ സുബ്രഹ്മണ്യ റോട്ടിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് മുകളിൽ എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല. കിടക്കേണ്ട പെട്ടിയിൽ കുറച്ചെങ്കിലും എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഓടി പുത്തൂരെത്തിയനെ. നമ്മൾ പറയുന്നുണ്ട്, ഞാൻ സുന്നിയ, എൻ്റെ വീട്ടിൽ ജിഫിരി തങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ AP ഉസ്താദ് വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പാണക്കാട് തങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പിന്നെ ഖുറാ തങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കുന്നംകൈ തങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അഭിമാനം കൊള്ളുമ്പോഴും കൽബിലൊന്നും ഇല്ലെങ്കിൽ ഇനി ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി നടന്നവന്റെ പേരാണ് അബൂജഹൽ. അത്രയൊന്നും അല്ലല്ലോ. ഞാൻ വിവാദം ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല. ഞാൻ എന്ത് പറഞ്ഞാലും വിവാദം ആക്കും ആളുകൾ, വിവാദം ആക്കും. അപ്പോ ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയുന്നു മഹാന്മാര് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ ഇന്ന മഹല്ലത്തിന്റെ പ്രതിനിധിയാണ്, ഞാൻ എൻ്റെ വീട്ടില് പിന്നെ ഖുർആനുണ്ട്, കഅബയിൽ കൊണ്ടുവന്ന തുണിയുണ്ട്, മദീനയിൽ നിന്ന് കൊണ്ടുവന്ന മുസല്ലയുണ്ട്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കൊണ്ടുവന്ന കാരക്കയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. മുകളിൽ ടാങ്കിൽ കിടക്കുന്ന എണ്ണ കാണിച്ചിട്ട് കിടക്കേണ്ട പെട്ടിയിൽ ഇല്ലാത്തതിന്റെ പേരിൽ ബ്രേക്ക് ഡൗൺ ആയി പോയ വണ്ടി പോലെയാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. മക്കളില്ല. ആരോ പറയുന്ന കേട്ട് ഏർവാടിയിൽ പോകുന്ന വഴിയിൽ ഒരു പാറയിൽ ഉരുളി കമത്തി വെച്ചാൽ മക്കളെ കെട്ടുവന്ന്. ഇപ്പൊ കൊടിമരത്തിന്റെ മൂട്ടിൽ പൈസ ഇടുന്ന കാലമാണ്. കൊടിമരത്തിന്റെ ചുവട്ടി കൊണ്ടൊന്ന് പൈസ ഇടുന്ന കാലമാണ്.
അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ പെണ്ണുങ്ങളൊക്കെ ഓൺലൈൻ ഇബാദത്തിൽ കഴിയുന്ന ആളുകളാ. ഓൺലൈൻ ഇബാദത്ത് രാവിലെ ഉസ്താദിന്റെ ഒരു ദുആ, 10 മണിക്ക് വേറൊരു ഉസ്താദിന്റെ മറ്റൊരു ദുആ, 11 മണിക്ക് വേറൊരു ഉസ്താദിന്റെ ഓൺലൈൻ ഇബാദത്ത്, സായാഹ്ന പ്രാർത്ഥന, നിശാ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ ആത്മീയമായ നവോന്മേഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഒരു പരീക്ഷണം നേരിടുമ്പോ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. എന്തിനാ പിന്നെ അള്ളാഹു തന്നത്? മൊബൈൽ ഒന്ന് കംപ്ലൈന്റ് ആയ ഉടനെ മൊബൈൽ വാങ്ങിച്ചപ്പോ കിട്ടിയ കാറ്റലോഗ് എടുത്ത് വെച്ച് നോക്കുന്നവരല്ലേ നമ്മൾ. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ കാറ്റലോഗ് ആക്കി വെച്ചത് പരിശുദ്ധ ഖുർആനല്ലേ? ആ ഖുർആനില്ലാത്ത ഏതാ ഉള്ളത്? സൂര്യന്റെ ഭ്രമണം, ചന്ദ്രന്റെ ഭ്രമണം, ഗാലക്സികളുടെയും താരാപഥങ്ങളുടെയും നക്ഷത്ര കൂട്ടങ്ങളുടെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സാഗരങ്ങളുടെയും മാമലകളുടെയും ഒക്കെ എല്ലാ വിഷയങ്ങളിലുമുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാ കൃത്യമായ ആ നിലപാടുകളും ഇടപെടലുകളും അവന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ വളരെ സുവ്യക്തമായ ഖുർആനിൽ വെച്ചിട്ടുണ്ട്. മക്കളില്ലെങ്കിൽ ദുആ ഉണ്ട്, ഓതിക്കോ. ദുആ ഉണ്ട് വിശുദ്ധ ഖുർആനില്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, വിശദീകരിക്കാൻ സമയമില്ല, ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നാട്ടില് വെള്ളമില്ല, മഴയില്ല, ആകെ പ്രശ്നമാണ്, കൃഷികളൊക്കെ നശിക്കുകയാണ്. ഹസൻ ബസ്രി തങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്ക മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ എണീറ്റ് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി തങ്ങളെ, മക്കളൊന്നുമില്ല, ദുആരക്കണം. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ മോനെ. അപ്പൊ ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങളുടെ നാട്ടില് വലിയ കഷ്ടപ്പാടും ക്ഷാമവും വിഷമവും പ്രതിസന്ധികളൊക്കെയാണ്, കടം, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോ ഹസൻ ബസ്രി തങ്ങൾ അയാളോടും പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ മോനെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, തഫ്സീറിലുണ്ട് ഈ സംഭവം. നാലാമതൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അല്ല തങ്ങളെ, മക്കളില്ലാത്തവനും മഴയില്ലാത്തവനും ക്ഷാമമുള്ളവനും നിങ്ങൾ പറഞ്ഞു കൊടുത്ത മരുന്നൊന്നാണോ? അതെങ്ങനെ ശരിയാവും? ആ സമയത്ത് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ല മക്കളെ ഇത് പറഞ്ഞത്, അല്ലാഹുവാ പറഞ്ഞത്. സൂറത്തു നൂഹിൽ അല്ലാഹു പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് പതിവാക്കിക്കോ. എന്താണ് അതിന്റെ പുണ്യമെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നഹു കാന ഗഫാറാ. ഇതിന് പകരം നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ആകാശ ലോകത്ത് നിന്ന് സമൃദ്ധമായ അല്ലാഹു നിങ്ങൾക്ക് മഴ തരുന്നതാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഒരുപാട് പണവും സമ്പാദ്യവും സന്താനങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് മക്കളെയും തരുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും അല്ലാഹു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു എന്ന് റാസി അടക്കം ഇബ്നു കസീർ അടക്കം ഖാസിൻ അടക്കം സ്വാവി അടക്കം എല്ലാ തഫ്സീറുകളിലും വ്യക്തമാണ്. ഖുർആൻ ഇല്ലാത്ത എന്താ? മക്കളില്ലേ? ഖുർആന്റെ ആയത്തുണ്ട്. ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം, അത് വേറൊരു വിഷയം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓതിയാ മതിയാ? ഓതിയാ പോരാ, ഓതിയാ പോരാ. നമ്മൾ ചെയ്യേണ്ട, താൻ പാതി ദൈവം പാതി, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം മാറ്റിക്കൊടുത്തത് പച്ചവെള്ളത്തിലാണ്. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തത് പച്ചവെള്ളം കൊണ്ടാണ്. അതേ പച്ചവെള്ളം കൊണ്ടാണ് നൂഹ് നബിയുടെ ജനതയെ നശിപ്പിച്ചത്. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിന് ആ കഴിവുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല നേരിട്ടങ്ങ് രോഗം മാറ്റി കൊടുത്താ പോരെ? അല്ലാഹ് ഷാഫിയല്ലേ? അല്ലാഹ് പറഞ്ഞ അയ്യൂബ് നബിയെ, രോഗം മാറ്റുന്ന ജോലി എന്റേത്, പണിയെടുക്കേണ്ട ജോലി നിങ്ങളത്. അതുകൊണ്ട് ഉറുഖുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബു ഖുർആൻ. എന്താ പറഞ്ഞത്? കാലിന്റെ ഉപ്പൂറ്റി കൊണ്ട് നിലത്തടിക്കാൻ പറഞ്ഞു. വെള്ളം പ്രവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, കുടിക്ക്, കുടിച്ച ഉള്ളിലുള്ള രോഗം മാറും. കുളിക്ക്, കുളിച്ചാൽ പുറത്തുള്ള രോഗം മാറും.
അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനമാണിത്. അപ്പോ നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കണം. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരുന്ന സമയത്ത് പേറ്റുനോവിന്റെ ഗർഭിണിയായിരിക്കുന്ന ബലഹീനയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ചെറിയ പ്രായത്തിൽ മിഹ്റാബിനകത്ത് ഭക്ഷണം കൊടുത്ത അല്ലാഹു ഗർഭിണിയായ സമയത്ത് പറയുകയാണ്, വേണമെങ്കിൽ ഈന്തപ്പന പിടിച്ചടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം പറക്കി തിന്നോളാൻ പറഞ്ഞു മഹാനായ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട്. എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. അല്ലാതെ അള്ളാഹു എനിക്ക് തരുമെന്നും പറഞ്ഞ് വായും പൂട്ടിയിരുന്നാൽ മഞ്ഞ് സൽവ ഇറക്കുന്ന പണിയൊക്കെ ഇപ്പൊ അള്ളാഹു അങ്ങ് നിർത്തി. അതൊക്കെ അള്ളാഹു ചില ഘട്ടങ്ങളിൽ കൊടുത്ത കാര്യങ്ങളാ. കഴിവില്ലാത്തത് കൊണ്ടല്ല. എന്തേ ബദറിൽ ഇറക്കിയ മലക്കുകളെ ഇപ്പൊ അള്ളാഹു താല ഇറക്കാത്ത കാര്യം എന്താ? അള്ളാന്റെ കഴിവങ്ങ് തീർന്നോ? അതേ മലക്കുകൾ അങ്ങ് തീർന്നു പോയോ? ഇതൊന്നും അല്ലല്ലോ. അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പരിപൂർണമായി കേൾക്കുക. ഇമാം മഹല്ലത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഒന്നിരിക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു ആയത്ത് പഠിച്ചിട്ട് പോകാമെന്ന് പള്ളിയിലെ ഇമാം എണീറ്റ് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ എണീറ്റ് അങ്ങ് പോകും അല്ലേ? സിനിമാ നടൻ പള്ളിയിൽ വന്നു, അയാൾ എണീക്കേം വേണ്ട ഇരിക്കേം വേണ്ട, ഒന്ന് കിടന്നാ മതി, അത് കാണാൻ വേണ്ടി നമ്മൾ 4 ഭാഗത്തും കൂടി നിൽക്കും അല്ലേ? അപ്പൊ എന്താ? ഖുർആനോട് നമുക്ക് അത്രയും താല്പര്യമേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിനെ കേൾക്കാൻ തയ്യാറാവുകയും അതിൽ ഏറ്റവും മെച്ചമായതിനെ പിൻപറ്റുകയും ചെയ്താൽ ഫബശ്ശിർ ഇബാദ്, അങ്ങനെയുള്ള ദാസന്മാരോട് സുവിശേഷം അറിയിക്കണേ. അവർക്ക് എന്താണ് അല്ലാഹു കൊടുക്കുന്നതെന്നറിയോ? വൗസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സൂറത്ത് ഖാഫിൽ അല്ലാഹു പറയുകയാണ്, വൗസ്ലിഫത്തിൽ ജന്ന, ഇതാ സ്വർഗ്ഗത്തെ അല്ലാഹു അടുപ്പിക്കുകയാ. സ്വർഗ്ഗത്തെ അടുപ്പിച്ച് അല്ലാഹു കൊണ്ടുവരികയാണ്. ആർക്കാണ്? ലിൽ മുത്തഖീന ഗൈറ ബഈദ്. ആ സ്വർഗ്ഗത്തെ അടുപ്പിച്ച് അവന്റെ ചേർത്തങ്ങ് നിർത്തുകയാണ്. ആർക്കാണ്? മുത്തഖീങ്ങളെക്കാണ്, ഭക്തിയുള്ള ആളുകളെക്കാണ്, സൂക്ഷ്മതയുള്ള ആളുകളെക്കാണ്. ആരാ സൂക്ഷ്മതയുള്ളവരെന്നറിയോ? സഹോദരങ്ങളെ, ബേൽപ്പാടിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാൻ അല്ലാഹുവിനെ ഭക്തിയോടെ ജീവിച്ച മഹാനല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നൂറ്റാണ്ടെപ്പറ പിന്നിട്ടിട്ട് പോലെ ആളുകൾ അവിടത്തേക്ക് വന്നൊരു സലാം പറയാ, അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാ, അവരെ തവസ്സുലാക്കി ദുആരക്കാ. ആളുകൾ ഓടിക്കൂടുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരായതുകൊണ്ടാണ്. അതുകൊണ്ട് മുത്തഖീങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തെ അടുപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയും, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അല്ലാഹുവിനെ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക്, ശക്തമായ രീതിയിൽ പടച്ചവരിലേക്ക് കേരിച്ച് മടങ്ങുന്നവർക്ക്, ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിനെ അടുപ്പിച്ചു കൊടുക്കുകയാണ്. അവരോട് പറയുന്നു, ഇതാ നിങ്ങൾക്ക് ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമാണിത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹു പറയുന്നു, ഈ സർവസമ്പൂർണനായ സമ്പൂർണ്ണ സമർപ്പിതനായ ഒരു ഹൃദയത്തോടെ റബ്ബിലേക്ക് ചേർന്ന് നിന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാണ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ചവരാണ്. സ്വർഗമുണ്ടെന്ന് 14 മുമ്പ് മക്കയിൽ ജനിച്ച് മദീനയിൽ മറമാടിയ ഞങ്ങളുടെ നായകൻ പറഞ്ഞപ്പോ ആ സ്വർഗത്തിന് വേണ്ടി രാവും പകലും അല്ലാഹുവിനോട് ദുആ ചെയ്തവരാ. ഒരു നരകമുണ്ടെന്ന് റസൂല് പറഞ്ഞപ്പോ ആ റസൂലിനെ പോലെ നമ്മളെ കണ്ടവരല്ല. ഒരു നരകമുണ്ട്, നരകത്തിന് കവാടങ്ങളുണ്ട്, ആ നരകത്തിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചിട്ട് അതിൽ നിന്ന് കാവൽ തേടുന്നവരാണ് നമ്മൾ. ഒരു സിറാത്തുണ്ട് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ കാണാത്ത പ്രവാചകനെ, കാണാത്ത സിറാത്തിനെ പറ്റിയിട്ട് നമ്മളോട് പറഞ്ഞപ്പോ കണ്ണുമടച്ച് വിശ്വസിച്ച കുമ്പൂരിലെ ബൽപ്പാടിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ട് നമ്മൾ അദൃശ്യമായി വിശ്വസിക്കുന്നവരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സമ്പൂർണ്ണ സമർപ്പിതമായ ഒരു ഹൃദയത്തെ കൊണ്ട് അല്ലാഹുവിലേക്ക് ഞാനും നിങ്ങളും അങ്ങ് ചേർന്ന് നിൽക്കുമ്പോൾ ഇതാ സ്വർഗ്ഗത്തിൽ നിന്നൊരു വിളി വരികയാണ്, ഉദ്ഖുലൂഹാ ബിസലാം.
ശേഷിക്കുന്ന എന്നെന്ന് ശേഷിക്കുന്ന സ്വർഗമാണിത്. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരോ ഒരു കാലം കേട്ടിട്ടില്ലാത്ത കരണാനന്ദകരവുമായ സ്വർഗമാണ്. ആ സ്വർഗത്തെ അതാ നിങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ട് അല്ലാഹു പറയുന്നു, ഉദ്ഖുലൂഹാ, നിങ്ങളെ കയറിക്കൊള്ളൂ, നിങ്ങളെ കയറിക്കൊള്ളൂ. അവിടെ പൗരത്വം നിഷേധിക്കാൻ ആരും വരില്ല, അവിടെ നിങ്ങളുടെ സ്വപ്പിൽ കൈകടത്താൻ ആരും വരില്ല, ഒറ്റ ഒരുത്തനും വരില്ല. അവിടെ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കും, ലിമനിൽ മുൽക്കുല്യോ, ഇന്നാർക്കട അധികാരമെന്ന് ചോദിക്കുമ്പോ സുപ്രീം കോടതി ജഡ്ജി പറയുന്നു, അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാര് പറയുന്നു, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ആഭ്യന്തരമന്ത്രിമാര് പറയുന്നു, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ചീഫ് സെക്രട്ടറിമാര് പറയുന്നു, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. രാഷ്ട്രപതിമാര് പറയുന്നു, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. രാജ്യത്തിന്റെ ഓരോ രാജാക്കന്മാരും മന്ത്രിമാരും പറയുന്നു, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. സഹോദരങ്ങളെ, ആ നിമിഷം ശാശ്വതരായി സ്വർഗത്തിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിക്കുമ്പോ അല്ലാഹു പറയുന്ന, ലഹും മാ യശാഊന ഫീഹാ, നിങ്ങളെന്ത് കൊതിച്ചാലും അവിടെ നിങ്ങൾക്കതുണ്ട്. എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതെല്ലാം സ്വർഗത്തിൽ നിങ്ങൾക്ക് അല്ല തരുന്നതാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? കള്ളാറ് വേണോ? അതെ, നിരീശ്വരവാദികളോട് പറയാനുള്ളത്, ഈ ഭൂമിയിൽ കള്ള് വേണ്ടെന്ന് വെച്ചവർക്ക് അല്ലാഹു കള്ളാറ് കൊടുക്കുന്നുണ്ട്. ശരി തന്നെയാണ്. ഇത് ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ നായകനാ, നിങ്ങൾക്കത് പുച്ഛമാണ്, നിങ്ങൾക്കത് മോശമാണ്, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങളെ പറ്റിയും ഖുർആൻ പറഞ്ഞത് സുമ്മും ബുക്കുമുൻ ഉമ്മിയും എന്നാണ്. ബധിരത ബാധിച്ചുപോയി, അന്ധത ബാധിച്ചുപോയി, മൂകത ബാധിച്ചുപോയി. കണ്ണ് തുറക്കുന്നില്ല, കാത് തുറക്കുന്നില്ല, ഖൽബ് തുറക്കുന്നില്ല. ആ രീതിയിൽ അല്ലാഹു നിങ്ങളെ സീല് വെച്ചത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങളുടെ ഖൽബല്ല തുറന്നു തന്നു, ഞങ്ങളുടെ കണ്ണല്ല തുറന്നു തന്നു, ഞങ്ങളുടെ കാലല്ല തുറന്നു തന്നു. അത് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ നായകന്, ഞങ്ങളുടെ ജീവന്റെ ജീവൻ, ഞങ്ങളുടെ രക്തത്തിന്റെ അംശ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പ്, ഞങ്ങളുടെ കരളിന്റെ കാതല്, ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയേ, ഞങ്ങളുടെ സർവസ്വമേ, ഞങ്ങളുടെ വികാരമേ, ഞങ്ങളുടെ വിചാരമേ, റൂഹി ഫിദാ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കള്ളാറ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോടിയിട്ട് അള്ളാന്റെ ഖുർആനിന്റെ ആയത്തിലൂടെ കള്ളാറ് സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ കളിയാക്കുന്ന ഹൂറിമാരെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോ, ഇവിടത്തെ ഹൂറിമാരെ വേണ്ടെന്ന് വെച്ചവരാ ഞങ്ങള്. ഞങ്ങൾക്ക് വേണ്ടത് ആഖിറത്തിന്റെ ഹൂറിമാരാ. അവർക്കുള്ള മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ടേ. അവർക്കുള്ള മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ടേ. ഊർലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണെന്ന് ചിരിച്ചപ്പോ അവളുടെ മുൻപല്ലിൽ നിന്ന് അവളുടെ ചെഞ്ചുണ്ടുകളുടെ ഇടയിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ പരന്നപ്പോ, അല്ലാഹുവേ ഇതെന്താണെന്ന് അമ്പാളിച്ചു പോയി. ആരാ? പ്രകാശത്തിന്റെ പ്രോജ്വലതയിൽ പടയ്ക്കപ്പെട്ട സയ്യിദുൽ മലായികത്തി ജിബ്രീൽ അലൈഹിസ്സലാം പോലും അത്ഭുതത്തോടെ നോക്കി നിന്നു. ആഹൂർലീങ്ങളെ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചടോ. നിങ്ങൾ കുഞ്ഞനം കുട്ടിക്കോ, ഞങ്ങൾക്കതിൽ പ്രശ്നമല്ല. ഞങ്ങളെ ഏത് വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ വന്നാൽ ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ മസ്തിഷ്കത്തെ പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ തലച്ചോറും കീഴ്പ്പെടുത്തുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ കീഴൊതുങ്ങിയിരിക്കുകയാ.
ഞങ്ങളെ അടിച്ചമർത്താൻ ഞങ്ങളുടെ റബ്ബിനല്ലാതെ കഴിയൂല, ഞങ്ങളുടെ വാപ്പയ്ക്ക് പോലും കഴിയൂല. ഞങ്ങളുടെ വാപ്പ പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ ഒഴിവാക്കൂല. ഞങ്ങളെ പെറ്റ ഞങ്ങളുടെ ഉമ്മ പറഞ്ഞ ഞങ്ങളുടെ മുത്ത് റസൂലിനെ ഞങ്ങൾ ഒഴിവാക്കൂല. ഞങ്ങളെ കൂടെ കിടക്കുന്ന ഞങ്ങളുടെ ഭാര്യ പറഞ്ഞാൽ ഞങ്ങളുടെ ദീൻ ഞങ്ങൾ ഒഴിവാക്കൂല. ഞങ്ങളുടെ ചോരയിൽ ജനിച്ച ഞങ്ങളുടെ മക്കള് പറഞ്ഞാൽ ഞങ്ങളുടെ ദീനിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല. പിന്നെയാണോ നിങ്ങളെ കണ്ണുരുട്ടല്? പിന്നെയാണോ നിങ്ങളെ കണ്ണുരുട്ടല്? ഞങ്ങള് ഫറോവയെ കണ്ടതല്ലേ? ഞങ്ങള് നമ്രൂദിനെ കണ്ടതല്ലേ? ഞങ്ങള് ദജ്ജാലിനെ കാണാനിരിക്കുന്നവരല്ലേ? ഞങ്ങൾ എത്രയോ രാജാക്കന്മാരെ കണ്ടു. ദീനിന്റെ കടക്കൽ കത്തിവെക്കാൻ ജീവനുള്ള കാലം ഞങ്ങൾ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പം മരിച്ചാലും ഞങ്ങൾക്ക് ശാശ്വതമായ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ ഒരു ഈമാൻ ഉണ്ടാക്കിയ ചെറുപ്പക്കാരാ പിന്നെ MDMA എടുക്കാം. എല്ലാ ചെറുപ്പക്കാരും ഇപ്പൊ ഡിഗ്രി, MA, BA എന്തുകൊണ്ട് എടുത്തോളി, MDMA മാത്രം എടുക്കാതിരുന്നാൽ മതി. ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഒരുപാട് നമ്മുടെ പ്രയാസങ്ങൾ നേരിടുന്ന ഘട്ടങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, സമ്പൂർണ്ണ സമർപ്പിതരായി മാറും. അള്ളാഹുവിലേക്ക് അങ്ങ് മടക്കും. അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകും. അങ്ങനെ സ്വർഗത്തിന്റെ ഉന്നതമായ ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു കഴിഞ്ഞാൽ